ഹായ് എവരിവൺ. ഇന്ന് നമുക്ക് +2 ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചിട്ട് നോക്കാം. ഓക്കെ, എന്താണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്? നമുക്കറിയാം, ജനറലി നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് പറയുന്ന പേരാണ് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസ് ആർ ജനറലി കോൾഡ് ആസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ആൻഡ് വെൻ വി ആർ ലുക്കിംഗ് അബൌട്ട് ദിയർ റീപ്രൊഡക്ഷൻ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്താണ് റീപ്രൊഡക്ഷൻ എന്നുള്ളത്. പ്രൊഡക്ഷൻ ഓഫ് ന്യൂ യങ് വൺസ്, പുതിയ ജനറേഷൻ, പുതിയ തലമുറയെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു റീപ്രൊഡക്ഷൻ ആൻജിയോസ്പേംസിന്റെ കാര്യത്തിൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ബൈ മീൻസ് ഓഫ് flowers and it is the way of sexual reproduction. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് വഴി ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആൻജിയോസ്പേംസിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഈ ഫ്ലവേഴ്സ് നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട്, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഫ്ലവേഴ്സ്. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്ലവേഴ്സിനെ കൊണ്ട് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ എസ്തെറ്റിക്, ഓർണമെന്റൽ, സോഷ്യൽ, റിലീജിയസ്, കൾച്ചറൽ ബിലീഫ്സ്, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലവേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ നമുക്കറിയാം, ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ ജനറേഷനിൽ കുറവാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവരും എന്താണ്, മുല്ലപ്പൂക്കെ ചൂടി കല്യാണപ്പെടിനായിക്കോട്ടെ, നമുക്ക് ആ ബ്രൈഡിനൊക്കെ വേണ്ട മേക്കപ്പും കാര്യത്തിന് കൂടുതലൊക്കെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഫ്ലവേഴ്സ്. ദെൻ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം, കല്യാണം അല്ലെങ്കിൽ വേറെ എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ, അവിടെ നമുക്ക് എന്ത് വേണം, ഡെക്കറേഷൻസ് ഉണ്ടാവും. ഡെക്കറേഷൻസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈവൻ ഒരു മരണമായിക്കോട്ടെ, ആ മരണ സമയത്ത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ ചുറ്റും പുഷ്പാർച്ചന നടത്താനും അതുപോലെ എന്താണ് ഹാരങ്ങൾ ഇട്ട് കൊടുക്കുന്ന കസ്റ്റംസ് ഉള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ മാലകളായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, ബൊക്കകൾ വെക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, റീത്തുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇതിനൊക്കെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫ്ലവേഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ പല ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരുപാട് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതാണ്, നമ്മുടെ ലവ്, സ്നേഹം. ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഒരു പ്രപ്പോസൽ സീൻ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ റോസെങ്കിലും നമ്മൾ കൊടുക്കും അല്ലേ. അപ്പോൾ അതെന്താണ്, ഒരു ഫ്ലവർ ഉപയോഗിച്ച് നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. നമ്മുടെ ലവ്, എഫെക്ഷൻ, ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫ്ലവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് കൺവേ ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ എന്താ വരുന്നത്, അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഈ ഫ്ലവേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. നമുക്കൊരു സങ്കടമുള്ള സമയത്താണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഒരു ഗാർഡനിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് പൂക്കൾ കാണാൻ പറ്റും. ആ പൂക്കളുടെ മേലെ പൂമ്പാറ്റകളും വേറെ പക്ഷികളൊക്കെ വന്നിരിക്കുന്നുണ്ടാവും. അതൊക്കെ കാണുമ്പോൾ എന്താണ്, ആ നാച്ചുറലിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കൊരു റിലീഫ് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഫ്ലവേഴ്സിന്റെ ഒരു മാജിക്കൽ പവേഴ്സ് തന്നെയാണ്. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ ഫ്ലവേഴ്സിന്റെ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഫ്ലവേഴ്സ് എവിടെ കാണപ്പെടുന്നത്, വോ വി ക്യാൻ സീ ദ ഫ്ലവേഴ്സ്. യെസ്, നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്, ഫ്ലവേഴ്സ് നമ്മുടെ ബ്രാഞ്ചസിൽ, നമ്മുടെ പ്ലാന്റിന്റെ സ്റ്റെമ്മിൽ എവിടെയാണോ ലീഫ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ ലീഫിന്റെ ആക്സിൽസിലാണ് മെയിനായിട്ട് നമുക്ക് ഫ്ലവേഴ്സിനെ കാണാറുള്ളത്. ചില കേസസിൽ അതെന്തായിരിക്കും, ടോപ്പിലേക്ക് ആയിരിക്കും ഉണ്ടാവുക, ചില കേസിൽ ബ്രാഞ്ചുകളുടെ സൈഡിലൊക്കെ ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒറ്റ ഫ്ലവേഴ്സുകൾ ഉണ്ടാവും, ഒരു ക്ലസ്റ്റർ ഓഫ് ഫ്ലവേഴ്സുകൾ ഉണ്ടാവും. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾ +1 പഠിച്ചതാണ്. സിംഗിൾ ഫ്ലവേഴ്സ് ഓർ സോളിറ്ററി ഫ്ലവേഴ്സ് എന്ന രീതിയിലും അതുപോലെ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്ന 2 രീതികളിൽ ഫ്ലവേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആൻജിയോസ്പേം ഫ്ലവറിന്റെ സ്ട്രക്ചറിന്റെ ഡീറ്റെയിൽസ് നോക്കാം. പാർട്സ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പാർട്സ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് നിങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ ഈ ഒരു പാർട്സ് ഓഫ് ഫ്ലവേഴ്സ് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു ഫ്ലവർ നോക്കുന്ന സമയത്ത് ആ ഫ്ലവറിൽ എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കറിയാം, ഇതിപ്പോ ഒരു പ്ലാന്റ് ആണ് നോക്കാം. ഇതൊരു പ്ലാന്റ് ആണെങ്കിൽ ആ പ്ലാന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റെമ്മിന്റെ മുകളിൽ നോഡ്സ് ആൻഡ് ഇന്റർനോഡ്സ് വിൽ ബി പ്രസന്റ്. ഈ നോഡൽ റീജിയനും അതുപോലെ തന്നെ 2 സബ്സിക്വന്റ് നോഡ്സിന്റെ ഇടയിലുള്ള റീജിയനാണ് നമ്മൾ ഇന്റർനോഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നോഡ്സിന്റെ മുകളിൽ നമുക്കറിയാം, അവിടെ നിന്നാണ് ആര് വരുന്നത്, ഫ്രം ദ നോഡ്സ് ദ ലീവ്സ് ആർ അറൈസിങ്. വി ക്യാൻ സീ ദ ലീവ്സ് ഓൺ ദ നോഡൽ റീജിയൻ. ആ നോഡ്സിന്റെ മുകളിലാണ് ലീഫ് അറൈസ് ചെയ്യുന്നത്. ആ ലീഫിന്റെ ആക്സിൽ എവിടെയാണോ ഇത് ബ്രാഞ്ച് സ്റ്റെമ്മിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്, ലീഫ് എവിടെയാണോ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് നോഡ്സിന്റെ മുകളിൽ, ആ ഏരിയയിൽ നിന്ന് വി ക്യാൻ സീ സം ലാറ്ററൽ ബഡ്സ് വിൽ ബി അറൈസിങ്. ഈ ലാറ്ററൽ ബഡ്സ് ആണ് എന്തായിട്ട് മാറുന്നത്, ദേ ആർ ഡെവലപ്പിംഗ് ആസ് ദ ഫ്ലവർ. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലവറിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഇവിടെയാണ് നമ്മളുടെ ഈ ഒരു ഫ്ലവർ ഉള്ളതെന്ന് പറഞ്ഞു. ഈ ഫ്ലവർ നമ്മുടെ സ്റ്റെമ്മിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ടല്ലോ. ഈ ഫ്ലവറിനെ സ്റ്റെമ്മിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ആരാണ്, എ ലോങ് സ്ലെൻഡർ elongated structure and that is called as the stalk of the flower. ഒരു ഫ്ലവറിന്റെ stalk of the flower and that stalk of the flower is called as what, നമ്മൾ എന്താണ് പറയുന്നത്, അതിന് പറയുന്ന പേരാണ് പെഡിസൽ. The stalk of the flower is called as pedicel. ഇനി നമുക്ക് നോക്കാം, ഈ പെഡിസൽ പോയി സ്റ്റോക്കാണ്, അത് ഇലോങ്ങേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എന്നിട്ട് അത് എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി എൻഡിങ് ഇൻ എ ഡോം ഷേപ്ഡ് സ്ട്രക്ചർ.
The stalk of the flower will be ending in a dome-shaped structure. ആ dome-shaped structure നമ്മൾ പറയുന്ന പേരാണ് thalamus. Thalamus. ഓക്കെ, ഇനി ഈ തലാമസിന്റെ മുകളിൽ നമുക്ക് ഫ്ലവറിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും. ആൻഡ് ദേ ആർ കോൾഡ് ആസ് വേർഡ്സ്. ദേ ആർ കോൾഡ് ആസ് വേർഡ്സ്. ജനറലി നമ്മളൊരു ഫ്ലവറിനെ നോക്കുകയാണെങ്കിൽ ദ ഫ്ലവർ വിൽ ബി ഹാവിംഗ് മെയിൻലി 4 words. 4 words will be present in a flower. ഈ ഡോം ഷേപ്പ് തലാമസിന്റെ മുകളിലാണ് അത് അറൈസ് ചെയ്യുന്നത്. The first word of the flower, it is called as calyx. That is called as calyx. Then calyx നെ പറ്റി നമ്മൾ പറയുന്നത് എന്താണ്? Calyx is the outermost word of a flower. ഒരു ഫ്ലവറിന്റെ ഏറ്റവും പുറത്തായിട്ട് കാണപ്പെടുന്ന ഒരു വേർഡാണ് ഇത് കാലിക്സ്. ഇനി ഈ ഒരു കാലിക്സ് ജനറലി എങ്ങനെയായിരിക്കും? ദേ ആർ ഗ്രീൻ ഇൻ കളർ. അതിന്റെ കളർ ഗ്രീൻ ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രീൻ കളർ എപ്പോഴും എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? യെസ്, ഫോട്ടോസിന്തസിസ്. അപ്പൊ എന്താണ് ഈ കാലിക്സിൽ ഗ്രീൻ കളർ ആയതിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ ഇറ്റ് ഹെൽപ്പിംഗ് ഫോർ ദ ഫോട്ടോസിന്തസിസ്. അതിന് രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ, ഈ കാലിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പരിചയമുള്ള ഒരു ഫ്ലവറാണ് ഹിബിസ്കസ്, നമ്മുടെ ചെമ്പരത്തി. ചെമ്പരത്തിയുടെ മുട്ട് നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചെമ്പരത്തിയുടെ പൂവിന്റെ ഭാഗം കാണാറുണ്ടോ? പൂവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രൈറ്റ് കളർ ആയിട്ടുള്ള ഭാഗം കാണാറുണ്ടോ? ചെറിയ മുട്ട് കുറച്ചൊരു വലിപ്പം എത്തുന്നത് വരെ നമുക്ക് അത് വെറും പച്ച അങ്ങനെ കൂടിക്കിടക്കുന്ന സാധനമായിട്ട് കാണാൻ പറ്റുള്ളൂ, അല്ലെ? ആ സാധനമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കാലിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ കാലിക്സിന്റെ ഒരു ഫംഗ്ഷൻ എന്താണ്? ഫ്ലവറിന്റെ ബഡിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഒരു ഫംഗ്ഷൻ കൂടെ ആക്കി വരുന്നുണ്ട് കാലിക്സ്. So calyx, they are the outermost wall of the flower and they will be having green in color. Then what is their function? Mainly they are having 2 functions. One function photosynthesis, second function they help or they protect the flower bud. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. The second word just inner to our calyx, the second word of the flower, and the second word of the flower is generally known as corolla. The second word of the flower is generally called as corolla. Corolla എന്നാണ് നമ്മൾ ഈ ജനറൽ ആയിട്ട് സെക്കൻഡ് വേൾഡ് എന്ന് പറയുന്നത്. ഇനി കൊറോളയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നമ്മളൊരു ഫ്ലവറിനെ നോക്കുന്ന സമയത്ത് അതിനെ നമ്മൾ ഒരു ഗാർഡനിലായിക്കോട്ടെ എവിടെയെങ്കിലും നമ്മൾ നോക്കുമ്പോൾ ഒരു ഫ്ലവറിനെ നമ്മൾ കാണുമ്പോൾ ഏറ്റവും നമ്മുടെ അട്രാക്ഷൻ സീക്ക് ചെയ്യുന്ന അട്രാക്ഷൻ നേടിയെടുക്കുന്ന ഒരു ഭാഗമാണ് ഈ കൊറോള എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, പെട്ടെന്ന് ദൂരെ നമുക്ക് അതിനെ കാണണം അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കളർ ആയിരിക്കും, അല്ലെ? അപ്പോൾ ഈ ഫ്ലവറിന്റെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബ്രൈറ്റ്ലി കളേർഡ് പാർട്ട് ഓഫ് എ ഫ്ലവർ ഈസ് കോൾഡ് ആസ് ദ കൊറോള. ഓക്കെ, അപ്പൊ ഇത് അട്രാക്റ്റീവ് കളർ ആയതുകൊണ്ട് തന്നെ എന്താണ്? ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ കൊറോള ഇസ് അട്രാക്ഷൻ ഓഫ് പോളിനേറ്റേഴ്സ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പോളിനേറ്റേഴ്സ് ഉണ്ട്. ആ പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്തിട്ട് ഫ്ലവറിൽ റീപ്രൊഡക്ഷൻ സാധ്യമാക്കാൻ വേണ്ടിയിട്ട്, പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ്? ഈ പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ളതാണ് ഈ കൊറോളയുടെ ഫംഗ്ഷൻ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ദ തേർഡ് വേർഡ് ഓഫ് ദ ഫ്ലവർ, അതിന് നമ്മൾ എന്താണ് പറയുന്നത്? They are the male reproductive part or male reproductive word of the flower. അതാണ് ഇത് the androecium. ഒന്നും കൂടെ ഇവിടെ വരയ്ക്കാം, എന്നിട്ട് എഴുതാം. The male reproductive part which is called as androecium. The male reproductive part that is called as androecium. Then ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വേർഡാണ്. And after that we can see the last word of the flower which will be seen in the innermost area. ഏറ്റവും ഉള്ളിൽ കാണുന്ന നാലാമത്തെ അല്ലെങ്കിൽ ഏറ്റവും ഉൾഭാഗത്ത് കാണുന്ന ഇന്നർമോസ്റ്റ് ആയിട്ട് കാണുന്ന വേർഡ് ആണ് നെക്സ്റ്റ് വേർഡ്, and that is the gynoecium. The last word is called as gynoecium. The innermost word or the last word of the flower is gynoecium. ഇനി ഗൈനീഷ്യത്തിന്റെ പ്രത്യേകത എന്താണ്? The gynoecium is the female reproductive word. ഒരു ഫ്ലവറിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആര്? ഗൈനീഷ്യം. പിന്നെ ഇതിന്റെ ഡിഫറെന്റ് പാർട്സുകൾ നിങ്ങൾ വീണ്ടും പഠിച്ചിട്ടുണ്ട്. The gynoecium is divided into 3 areas. The top region, the upper region is called as the stigma. ഈ സ്റ്റിഗ്മയുടെ പ്രത്യേകത എന്താണ്? Stigma act as the seating place for pollen grains. നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലുള്ള ആൻഡ്രീഷ്യത്തിന്റെ അല്ലെങ്കിൽ ആന്തറിന്റെ ഉള്ളിലുള്ള ചില പൗഡേർഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, പോളൻ ഗ്രെയിൻസ്. ആ പോളൻ ഗ്രെയിൻസിനെ സ്റ്റിഗ്മയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? പോളിനേഷൻ നടത്താൻ. സോ ദേ ആക്ട് ആസ് ദ പോളിനേറ്റിംഗ് ഏരിയ ഓർ സീറ്റ് ഫോർ പോളിനേഷൻ. നമ്മുടെ ഗൈനീഷ്യത്തിന്റെ ഏറ്റവും ബേസ് നമുക്ക് കണ്ടാൽ അറിയാം. ദേ ആർ ദ സ്വെല്ലൻ ബേസ്.
The swollen base of the gynoecium is called as ovary. Swollen base നമ്മൾ പറഞ്ഞ പേരാണ് ovary. ഇനി എന്താണ് ഈ ഓവറിയുടെയും സ്റ്റിഗ്മയുടെയും ഇടയിൽ ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വി ക്യാൻ സി. എന്താണ് ആ മേലെയും താഴെയുള്ള രണ്ട് സ്ട്രക്ചറിനെ കണക്ട് ചെയ്തുകൊണ്ട് കാണുന്ന ഭാഗമാണിത്. ആൻഡ് ദാറ്റ് സ്ട്രക്ചർ ദ ഇലോങ്ങേറ്റഡ് തിൻ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് വിച്ച് ആക്ട് ആസ് ദ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിഗ്മ ആൻഡ് ഓവറി, they are called as stud. They are called as stud. ഇനി എന്താണ് ഇവിടെ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഗൈനീഷ്യവും അതിന്റെ 3 സബ് യൂണിറ്റുകളും പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്സും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഈ ആൻഡ്രീഷ്യത്തിനെ നോക്കുകയാണെങ്കിൽ ആൻഡ്രീഷ്യത്തിന്റെ സബ് യൂണിറ്റ് ആണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. ആ സ്റ്റേമന് 2 പാർട്ടുകളുണ്ട്. ഏതൊക്കെയാണ് ആ പാർട്ടുകൾ? ദ ഫസ്റ്റ് പാർട്ട് ഇറ്റ് ഈസ് കോൾഡ് ആസ് ആന്തർ. ഇറ്റ് ഈസ് കോൾഡ് ആസ് ആന്തർ. ഇനി എന്ത് ചെയ്യാം, ഈ ആന്തറിനെ ബിയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് വി ക്യാൻ സി. ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് വി ക്യാൻ സി. ആൻഡ് ദാറ്റ് സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് they are called as filament. Filament. So filament and anther അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? സ്റ്റേമൻ എന്ന് പറയുന്ന ഭാഗം കാണുന്നത്. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന ഏരിയകളിൽ പഠിക്കുന്നുണ്ട്. കാരണം അവിടെ എന്താണ് ഈ സ്റ്റേമന്റെ ഉള്ളിൽ എവിടെയാണ് ആന്തർ, ആന്തറിന്റെ ഉള്ളിൽ എവിടെയാണ് പോളൻ ഗ്രെയിൻസ്, അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അതിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ വിട്ടുപോയ ഭാഗമാണ് ഇത് ഓവറിയുടെ ഉള്ളിൽ കാണുന്ന ഏരിയ. ആൻഡ് inside the ovary we can see some locular structures, and that structures we are calling as ovule. Inside the ovary we can see the ovules. ഈ ഓവ്യൂൾസിന്റെ ഉള്ളിലാണ് ആരുള്ളത്? the female reproductive gamete which we call as the egg. egg കാണപ്പെടുന്നത് ഈ ഓവ്യൂൾസിന്റെ ഉള്ളിലാണ്. അതുപോലെ തന്നെ ഈ ആന്തറിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്മോൾ പൗഡേർഡ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. നമ്മുടെ ഹിബിസ്കസ് ഫ്ലവർ, ചെമ്പരത്തി പൂവ് നമ്മൾ പറിക്കാൻ പോകുന്ന സമയത്ത് കാണാൻ പറ്റാത്ത ഉടമ്പ് അതിന്റെ മേലെ നിറയെ ചെറിയ യെല്ലോ പൗഡർ നിറയെ ഉണ്ടാവും അല്ലെ. ആ യെല്ലോ പൗഡേഴ്സ് ആണ് എന്ത്? പോളൻ ഗ്രെയിൻസ്. ആ പോളൻ ഗ്രെയിൻസ് കാണുന്നത് എവിടെയാണ്? ഈ ആന്തറിന്റെ ഉള്ളിലാണ്. സോ ഇൻസൈഡ് ദ ആന്തർ വി ക്യാൻ സീ ദ പോളൻ ഗ്രെയിൻസ്. ദ പോളൻ ഗ്രെയിൻസ് ക്യാൻ ബി സീൻ ഇൻസൈഡ് ദി ആന്തർ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഫ്ലവറിന്റെ പാർട്സ് എന്നുള്ളത്. വൺസ് അഗൈൻ വെൻ വി ആർ ലുക്കിംഗ് ദ പാർട്സ് ഓഫ് ദ ഫ്ലവേഴ്സ് ഏതൊക്കെയാണ്? ദ ഇലോങ്ങേറ്റഡ് സ്റ്റോക്ക്, പെഡിസൽ. 4 വേർഡ്സ് ആണ്: കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഇതിൽ ആൻഡ്രീഷ്യം ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഗൈനീഷ്യം ആണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ആൻഡ്രീഷ്യത്തിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചില പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സബ് യൂണിറ്റിനെ. അതിൽ സബ് യൂണിറ്റിന്റെ പേരാണ് എന്ത്? സ്റ്റേമൻ. സ്റ്റേമനിൽ 2 പാർട്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? ഫിലമെന്റും ആന്തറും. ആന്തറിന്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഗൈനീഷ്യം. ഗൈനീഷ്യത്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് ഇത് കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ. അത് കുറച്ചുകൂടെ വഴി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിലാണ് ഇൻഡിവിജ്വൽ യൂണിറ്റ്. ആ ഒരു കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ട്? 3 ഡിഫറെന്റ് ഭാഗങ്ങളാണുള്ളത്: ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ. ഇതിൽ ഓവറിയുടെ ഉള്ളിൽ എന്താണ്? ലോക്കുലാർ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ ഓവ്യൂൾ എന്ന് പറയുന്നത്. ആ ഓവ്യൂളിലാണ് ആരുള്ളത്? എഗ്ഗ് കാണപ്പെടുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്കൊരു ഫ്ലവറിന്റെ പാർട്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന വേറൊരു ഭാഗമാണ് അല്ലെങ്കിൽ വേറൊരു കാര്യമാണ് സബ് യൂണിറ്റ്സ്. സബ് യൂണിറ്റ്സ് ഓഫ് ഈച്ച് ഫ്ലോറൽ വേൾഡ്. സബ് യൂണിറ്റ് ഓഫ് ഈച്ച് വേൾഡ്. ഓരോ വേൾഡിന്റെയും സബ് യൂണിറ്റ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വേർഡ് ആണ് കാലിക്സ്. ഫസ്റ്റ് വേർഡ് ആണ് കാലിക്സ്. കാലിക്സിന്റെ സബ് യൂണിറ്റിൽ പറയുന്ന പേരാണ് ഇത് സെപ്പൽ. ദ സെക്കൻഡ് വേർഡ്, രണ്ടാമത്തെ വേർഡ് ഏതാണ്? കൊറോള. കൊറോളയുടെ സബ് യൂണിറ്റ് പറഞ്ഞ പേരെന്താണ്? ദാറ്റ് ഈസ് പെറ്റൽ. പെറ്റൽ. ഇനി നമുക്ക് നോക്കാം മൂന്നാമത്തെ വേർഡ്. മൂന്നാമത്തെ വേർഡ് ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ആർ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് വേർഡ് ആണെന്ന് പഠിച്ചു. അതിന്റെ സബ് യൂണിറ്റ് പേര് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പറഞ്ഞത്? യെസ്, ദാറ്റ് ഈസ് ദ സ്റ്റേമൻ. ഇനി നാലാമത്തെ ഇന്നർമോസ്റ്റ് വേർഡ് വിച്ച് ഈസ് ദാറ്റ് ഈസ് ഗൈനീഷ്യം. ഗൈനീഷ്യത്തിന്റെ ഇന്നർമോസ്റ്റ് വേർഡ് ഏതാണ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് പിസ്റ്റിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് പറയും? കാർപ്പൽ. കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്നാണ് അതിന്റെ സബ് യൂണിറ്റിനെ പറയുന്നത്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ നിങ്ങൾക്ക് ചിലപ്പോൾ മൺവേർഡായിട്ട് ചോദിക്കാം. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം? ജസ്റ്റ് ഓർത്ത് വെക്കാം. ഓക്കെ, ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ. അത് മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബയോബൈറ്റ് ലേണിംഗ്.